ആദ്യമായി ഈ പുണ്യസ്ഥലത്ത് വരാൻ അനുവദിച്ച അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് വിനേഷ് കുമാർ. ഇതെൻ്റെ വൈഫ് റൂബിക. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 12 വർഷമായിട്ട് ന്യൂസിലാൻഡിൽ സെറ്റിൽഡാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 2023 ഒക്ടോബറിലായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനു മുമ്പും വേറൊരു ഫ്രണ്ടും 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തെ പറ്റി. പക്ഷേ അന്നൊന്നും എനിക്ക് എടുക്കാൻ തോന്നിയില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എടുക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. ഞാൻ നോൺ ക്രിസ്ത്യനാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ആദ്യമായിട്ട് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന 1 മാസം ചൊല്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും എല്ലാ ദിവസവും രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന 1 മാസം ചൊല്ലി. അതിനുശേഷമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നായിരുന്നു. എൻ്റെ സ്വപ്നമായിരുന്നു. അതിനു മുമ്പ് 4 വർഷത്തോളം ഞാൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തെങ്കിലും എൻ്റെ റെസ്യൂം റിജക്ഷൻ ആവുകയായിരുന്നു ചെയ്തിരുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്ത 3 ജോലിക്കും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആദ്യത്തെ 2 ജോലിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിലൊരു ജോലിയാണ് എനിക്ക് മാതാവ് വാങ്ങിച്ചു തന്നത്. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇൻ്റർവ്യൂ ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് കയറിയതിന് ശേഷവും അവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് കയറിയ ശേഷമാണ് എനിക്ക് വലിയൊരു അത്ഭുതം മനസ്സിലായത്. എൻ്റെ കൂടെ ജോലിക്ക് കയറിയ 2 പേര് അവർ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റേർണലി എടുത്തതായിരുന്നു. അതിന് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നവരും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാം ഇൻറ്റേർണലി ട്രാൻസ്ഫറായി വന്നതാണ്. എന്നെ മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുനിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എൻ്റെ കൊളീഗ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഏത് വാർഡിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാർഡിൽ നിന്നൊന്നുമല്ല, ഞാൻ പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷേ അവിടെ നോട്ടീസ് ബോർഡിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ ഇന്ന വാർഡിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടാണ് അവിടെ നോട്ടീസ് ബോർഡിലുണ്ടായിരുന്നത്. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അത് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്, അത് മാതാവാണ് ആ ബോർഡിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിന് അങ്ങനൊരു ഇത് കൊടുത്തത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ന്യൂസിലാൻഡിൽ PR കിട്ടിയതിനെ പറ്റിയിട്ടാണ്. ഞങ്ങൾ 12 വർഷമായിട്ട് അവിടെ ഉണ്ടെങ്കിലും PR കിട്ടിയത് ഒരു 4 വർഷം മുമ്പാണ്. PR കിട്ടാൻ ഉള്ള ക്രൈറ്റീരിയ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വൈഫാണ് പ്രൈമറി അപ്ലിക്കൻ്റ്. എൻ്റെ വൈഫ് 1 വർഷത്തിന് മേലെ നാട്ടിലായിരുന്നു. അപ്പോൾ ഒരു 2 വർഷത്തിൽ 184 ദിവസം ന്യൂസിലാൻഡിലുണ്ടാവണം. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. പക്ഷേ എൻ്റെ വൈഫ് അത് മീറ്റ് ചെയ്തില്ല. രണ്ടാമത്തത്, ന്യൂസിലാൻഡിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വേണം. ഞങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തത്, ടാക്സ് റെസിഡൻ്റ് ആവണം. പക്ഷേ എൻ്റെ വൈഫ് നാട്ടിലായതുകൊണ്ട് ജോലി ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ടാക്സ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ PR-ന് അപ്ലൈ ചെയ്തു. ഞങ്ങൾ മാതാവിനെ പ്രാർത്ഥിച്ച് PR-ന് അപ്ലൈ ചെയ്തു. ഞങ്ങളുടെ അടുത്ത് കുറേ കേസ് ഓഫീസർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും മാതാവ് ഞങ്ങൾക്ക് PR വാങ്ങിത്തരുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കുറേ കുഴപ്പിച്ചെങ്കിലും
അവസാനം ഞങ്ങൾക്ക് PR കിട്ടി. അല്ലെങ്കിൽ വീണ്ടും 1-2 വർഷം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷേ അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കത് സാധിച്ചു തന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഒരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല, ICUവിൽ കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് എ കാൻഡിൽ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ആ ഫ്രണ്ടിൻ്റെ വൈഫ് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അതിനുശേഷം വളരെ പെട്ടെന്ന് റിക്കവറി ആയി വീട്ടിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വളരെ സുഖമായിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ അമ്മയ്ക്കും ഇപ്പോൾ വളരെ സുഖമായിട്ട് ഇരിക്കുന്നു. അടുത്ത സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വൈഫ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂസിലാൻഡ് പോലുള്ള ഒരു രാജ്യത്ത് ഒറ്റാളുടെ ജോലി കൊണ്ട് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ബെനിഫിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. കാരണം വൈഫ് പഠിക്കാൻ പോകുമ്പോൾ ഒരാളുടെ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ന്യൂസിലാൻഡിൽ ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബെനിഫിറ്റിന് അപ്ലൈ ചെയ്തു. പക്ഷേ അത് റിജക്റ്റായി. എന്താണെന്ന് വെച്ചാൽ സാലറി ത്രഷോൾഡ്, കാരണം ഞാൻ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് അവർക്ക് ആ സാലറി ത്രഷോൾഡ് ഉള്ളിൽ വരാത്തത് കൊണ്ട് വൈഫിന് ബെനിഫിറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റിജക്ഷൻ വന്നു. പക്ഷേ ക്ലാസ് തുടങ്ങി ആ ആഴ്ചയിൽ തന്നെ ആ ബെനിഫിറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റായി. അത് വളരെ വലിയൊരു അത്ഭുതമാണ്. കാരണം റിജക്റ്റായെന്ന് പറഞ്ഞ് മെയിൽ വന്ന സ്ഥാനത്ത് പഠിക്കാൻ കയറി ആ ആഴ്ചയിൽ തന്നെ ഇത് ബെനിഫിറ്റ് അക്കൗണ്ടിൽ കയറിയത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് അമ്മയുടെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണെന്ന്. പിന്നെ ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എപ്പോഴും അമ്മ നമ്മുടെ കൂടത്തിനുമുണ്ട്. പിന്നെ ഞാൻ നോൺ ക്രിസ്ത്യനാണ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആദ്യം ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ വസ്തുക്കളും അമ്മ ഒരുക്കി തന്നു. എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ബൈബിള്, ഈശോൻ്റെ രൂപം, മാതാവിൻ്റെ രൂപം എല്ലാം ഞങ്ങൾക്ക് മാതാവ് തന്നെ ഒരുക്കി തന്നു. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചു. അത് എല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരെല്ലാം വന്ന് എങ്ങനെ ചൊല്ലണം, കോന്തോൻ എങ്ങനെ ചൊല്ലണം എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നല്ല വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ന്യൂസിലാൻഡിലായതുകൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തിക്കുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഞാൻ റെഡ് ക്രോസിൻ്റെ വളണ്ടറി വർക്ക് ആഴ്ചയിലൊരിക്കൽ ചെയ്യാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു പഴയൊരു പേഷ്യൻ്റ്, പുള്ളിക്ക് 80 വയസ്സുള്ളൊരു അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പൻ്റെ എല്ലാ മാസവും പോയി തലമുടി വെട്ടിക്കൊടുക്കും. ആ അപ്പൂപ്പന് പുറത്തോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായി. ഞാൻ എല്ലാ മാസവും പോയി മുടി വെട്ടിക്കൊടുക്കും. പിന്നെ അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ സാലറിയുടെ 1% ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു അമ്മയ്ക്കും മകൾക്കും മകൾ സുഖമില്ലാതെ കിടക്കുകയാണ്. ആ അമ്മയ്ക്കും മകൾക്ക് എല്ലാ മാസവും ഞാൻ ഒരു തുക അവർക്ക് മാറ്റിവെക്കാറുണ്ട്. അതുപോലെ അവരുടെ എല്ലാ ഫിസിയോതെറാപ്പിയും അതിനുള്ള പൈസയും എല്ലാം ഞാൻ മാറ്റിവെക്കാറുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, പത്രം ഞങ്ങൾ
ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി കൂടാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു 2024 ഒക്ടോബറിൽ. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അമ്മയുടെ അടുത്ത് നന്ദി പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ജപമാല റാലി കൂടുകയും ഇവിടെ വന്ന് നന്ദി പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ പത്രം ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അത് ഒരു മടിയും ഞാൻ കാണിക്കാറില്ല. എല്ലാവരുടെ അടുത്തും ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയും. ചിലർക്ക് ഒരു എന്താ പറയുക, ഒരു പുച്ഛം പോലെയാണ്. പക്ഷേ അവരെ ഞാൻ ഇത് ചെയ്യാറില്ല. പക്ഷേ വളരെ കൂടുതൽ പേരും വളരെ സന്തോഷത്തോടെ അത് കേൾക്കുകയും എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കുകയും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 22-ാം തിരുവചനം. അഗാധവും ആജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി തന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടത്തോടൊപ്പം വസിക്കുന്നു. വിനീഷ് കുമാർ എന്ന ഈ മകൻ ജീവിത പങ്കാളിയുമൊത്ത് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ഒട്ടും തന്നെ മെറിറ്റില്ലാത്ത അവസ്ഥകളെയും മെറിറ്റില്ലാതെ ദൈവം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ന്യൂസിലാൻഡിലുണ്ടായ അനുഭവങ്ങൾക്ക് നന്ദി പറയുകയാണ് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട്. 12 വർഷക്കാലമായി അവിടെ ജീവിക്കുന്നു. പക്ഷേ 4 വർഷം അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നില്ല. ന്യൂസിലാൻഡ് പോലെയുള്ള സ്ഥലത്ത് അവർക്ക് ഒരാൾക്ക് തന്നെ ജോലി ചെയ്ത് അവരുടെ 2 അറ്റം കൂട്ടിമുട്ടിക്കുവാൻ വളരെ അസ്വസ്ഥതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്താണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ടപ്പോൾ, അവർ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ 5:30 നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലി അവർ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ അവർക്ക് അദ്ദേഹത്തിന് 3 ഇൻ്റർവ്യൂ കോൾ വന്ന് അതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ സെലക്റ്റഡായി ന്യൂസിലാൻഡിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ എന്നുള്ളതാണ് ആദ്യമായി അദ്ദേഹത്തിന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ അവിടെ PR കിട്ടാനുള്ള ക്രൈറ്റീരിയകൾ 3 അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം അത് എണ്ണി പറയുന്നുണ്ടായിരുന്നു. 184 ദിവസം വ്യക്തി അവിടെ ഉണ്ടായിരിക്കണം, വൈഫ് ന്യൂസിലൻഡ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, ടാക്സ് റെസിഡൻ്റ് ആയിരിക്കണം. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ PR കിട്ടുക, ന്യൂസിലൻഡിൽ PR കിട്ടുക അസാധ്യമാണ്. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോട് പറയുമ്പോൾ എല്ലാം സാധ്യതകളാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന്, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ മാത്രമേ നാം നിയോഗത്തിൽ എഴുതാവൂ. അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയുടെ നിയോഗത്തിൽ എഴുതിയതാണ് എനിക്ക് PR തരണമേ എന്നുള്ള പ്രാർത്ഥന. എത്ര ചെറുതായാലും വലുതായാലും പരിശുദ്ധമ്മയ്ക്ക് നമുക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം പരിശുദ്ധമ്മയ്ക്ക് വളരെ ചെറുതാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് പരിശുദ്ധമ്മ വലിയ വലിയ അത്ഭുതങ്ങൾ ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്നത്. ഇതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അനുഗ്രഹത്താൽ അവർക്ക് ലഭിച്ചതാണ്. അതുപോലെ അദ്ദേഹം ചെയ്യുന്ന ഒരു ആസ്തി ഇതാണ്, റെഡ് ക്രോസ് സംഘടനയിൽ പോയി അവരോടൊപ്പം വോളണ്ടിയറായി സർവീസ് ചെയ്യുന്നതും, അതുപോലെ മറ്റുള്ളവരെ വളരെ സ്നേഹത്തോടുകൂടി അവിടെയുള്ള വയറ്റിനെ തലമുടി വെട്ടിക്കൊടുത്ത് അവരെ ശുചിയായി ഇരിക്കുവാനൊക്കെ വലിയ സാധ്യതകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ പെരുമാറാനും അവരെ അപ്രോച്ച് ചെയ്യാനൊക്കെയുള്ള വലിയ കൃപ ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈഫിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ബെനിഫിറ്റ് ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് കിട്ടിയതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വളരെ ശക്തമായി ഇവിടെ ഏറ്റുപറഞ്ഞു. വിനീഷ് കുമാറിനെ അദ്ദേഹത്തിന് ഏറ്റുപറയാനുള്ളതാണ്, പരിശുദ്ധ അമ്മയിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഈശോ ഞങ്ങൾക്കെല്ലാം തരും. അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിക്കുന്നു. അക്രൈസ്തവനാണെങ്കിലും അവർ ജപമാല പഠിച്ചു കഴിഞ്ഞു. ഫ്രണ്ട്സ് തന്നെ അദ്ദേഹത്തെ എല്ലാം
പ്രാർത്ഥനകൾ പഠിച്ചു. അവരെവിടെ നിന്നെല്ലാം അവർക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യം അപേക്ഷിക്കാനുള്ള സാധ്യതകൾ, നേർച്ച വസ്തുക്കളെല്ലാം അവർക്ക് ലഭിച്ചു. അവർ വളരെ ശക്തമായി ഇപ്പോൾ മറ്റുള്ളവരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വിനീഷ് കുമാറിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രവാസികളായി കഴിയുന്ന PR ലഭിക്കാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.